മതങ്ങൾ തമ്മിലുള്ള മത്സരം നടക്കുമ്പോൾ തന്നെ അതിനേക്കാൾ കൂടുതൽ മത്സരം മതങ്ങൾക്കുള്ളിൽ വിഭാഗീയമായി നടക്കുന്നുണ്ട്. സാഹോദര്യത്തിന് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്ന ഇസ്ലാം മതത്തിൽ പോലും ഈ വിഭാഗീയ മത്സരങ്ങൾ നടക്കുന്നത് എന്തുകൊണ്ടാണ്? സംഗതി യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോഴും പാരമ്പര്യമായി ഇസ്ലാമിൻ്റെ തനതായ രൂപത്തിൽ ആ മതത്തെ മതവിശ്വാസികളെന്ന് പറയുന്ന ആളുകളുടെ ഇടയിൽ ഇന്ന് നിലവിലില്ല എന്നതൊരു സത്യമാണ്. കുറച്ചാളുകൾ ഇപ്പോഴും അതിൻ്റെ ശരിയായ രൂപത്തിൽ അതിനെ ഉൾക്കൊള്ളുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റേതായ നന്മ ആ ആളുകളിലും പൊതുവെ ആ മതത്തിലും കാണാനുണ്ട്. നല്ല അളവിൽ ഈ മതത്തിൻ്റെ ചിട്ടകളും നിയമങ്ങളും വ്യവസ്ഥകളും അറിയാത്തവരും അറിഞ്ഞ് അതിനെ ധിക്കരിക്കുന്നവരും ആ മതത്തിൻ്റെ തനതായ രീതിയിൽ അതിനെ ഉൾക്കൊള്ളാൻ മുന്നോട്ട് വരാത്തവരുമാണ്. ജന്മന ഒരു പ്രത്യേക മതത്തിൽ അറിയപ്പെടുകയും ആ മതത്തിൻ്റെ ദൈവനിഷേധം പോലും, ഇസ്ലാം മതത്തിൻ്റെ അടിസ്ഥാനം തന്നെ ഏകദൈവത്വവും മനുഷ്യസ്നേഹവും ഈ പ്രപഞ്ചം മുഴുവനും ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്ന് അംഗീകരിക്കില്ല. ഈ ഏകദൈവത്വത്തെ പോലും ശരിയായി അറിയാതെ അംഗീകരിക്കാതെ പ്രവാചകൻ ദൈവദൂതനാണെന്ന നിലക്ക് പ്രവാചകനെ കാണാതെയും പ്രവാചക മാതൃക ചോദ്യം ചെയ്യാതെ അംഗീകരിക്കേണ്ടതും അതൊരു മനുഷ്യനും ഉപദ്രവമല്ലാത്തതുമാണെന്ന് മനസ്സിലാക്കാതെയും അതിനൊക്കെ വിസ്മരിച്ചുകൊണ്ട് ജീവിക്കുന്ന നല്ലൊരു വിഭാഗമുണ്ട്. ആ വിഭാഗങ്ങൾക്കിടയിൽ സംഘർഷവും അവരിൽ ഭിന്നതയും ഇല്ലെങ്കിലേ അത്ഭുതമുള്ളൂ. യഥാർത്ഥത്തിൽ എല്ലാ മതത്തിനകത്തുള്ള സംഘർഷമായാലും മതത്തിനു പുറത്തുള്ള സംഘർഷമായാലും ദൈവത്തെയും മതത്തെയും അറിയുക എന്നത് തന്നെയാണ് അതിലുള്ള പരിഹാരം. പിന്നെ വേറൊന്ന്, തെറ്റിനെയും ഒക്കെ ഈ എല്ലാ കാര്യത്തിലും ഉണ്ടാവുമല്ലോ, ശുദ്ധന്മാരും അശുദ്ധന്മാരുണ്ടാവും. അശുദ്ധന്മാരായ കുറേ ആളുകൾ തെറ്റിദ്ധാരണ സ്വയം സൃഷ്ടിക്കും. അതിനെ നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട്. ഈ സംഘർഷം കുറേ അനിവാര്യതയുമാണ്. അതിൻ്റെ എല്ലാ പ്രശ്നത്തിലും ഇപ്പോൾ ഉദാഹരണം നമ്മളിപ്പോൾ ഒന്ന് വൈദ്യശാസ്ത്രം നമ്മൾ നോക്കുക, അലോപ്പതി, ആയുർവേദം, അതുപോലെ തന്നെ മന്ത്രവാദം, ഹോമിയോപ്പതി, ഇവരെല്ലാവരും തങ്ങൾ തന്നെയാണ് യഥാർത്ഥ ചികിത്സ, ഇതാണ് ശരി എന്ന് വാദിക്കുന്നുണ്ട്. പക്ഷേ നമ്മളെന്താ ചെയ്യുക? നമുക്ക് രോഗം പിടിച്ചാൽ നമുക്കാരെയാണ് രക്ഷ കിട്ടുക വെച്ചാൽ നമ്മളവിടെ സമീപിക്കും. ഇവർക്ക് ഓരോരുത്തർക്കും അവകാശവാദങ്ങൾ കുറേയൊക്കെ ശരിയാണ്. പക്ഷേ സത്യത്തിൽ രോഗം ഭേദപ്പെടുക എന്ന ആ തത്വത്തിൽ ഇവരെല്ലാവരും ഒന്നുമാണ്. അപ്പോൾ ഇതിലെല്ലാവരിലുമുള്ള ആ നല്ല അംശങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ട് ഇവരെ അടുപ്പിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഇവർ വിഭാഗീയമായ ഭിന്നിപ്പ് യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായി ഇവരെല്ലാം ഒന്നിനൊന്ന് പിഴവാണ് എന്ന് വിധിയെഴുതുന്നത് പോലെയാണ് ഈ സംഘർഷങ്ങൾക്കിടയിലുള്ള വിധിയെഴുത്തുമെന്ന് തോന്നുന്നു. ഇമാം, ചിലപ്പോഴെങ്കിലും ഇസ്ലാം തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. ഒന്നുമെങ്കിൽ അക്രമത്തിൻ്റെ ഭാഷ പറയുന്നവർ, അല്ലെങ്കിൽ ആയുധം എന്തുന്നവർ, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ സമൂഹത്തിൽ വളർത്തിയതിൻ്റെ പിന്നിൽ സംഘടിതമായ എന്തെങ്കിലും ശ്രമം ഉണ്ട് എന്ന് അങ്ങ് കരുതുന്നുണ്ടോ? തീർച്ചയായും നല്ല അളവിലുണ്ട്. ഇസ്ലാം യഥാർത്ഥത്തിൽ നീതിയുടെ മതമാണ്, സമാധാനത്തിൻ്റെ മതമാണ്. സമാധാനം ഇഷ്ടപ്പെടാത്ത ആളുകൾ തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നിലനിൽക്കണം എന്നും അതിന് ഇസ്ലാമിൻ്റെ സാന്നിധ്യം തങ്ങൾക്ക് ഉപദ്രവമായിരിക്കുമെന്നും കാണുന്ന ആളുകൾ ഇതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ എല്ലാ അർത്ഥത്തിലും ശ്രമം നടത്തുന്നുണ്ട് എന്നത് വസ്തുതയാണ്. അതേസമയം എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിൻ്റെ വിശാല താല്പര്യങ്ങൾ നിലനിൽക്കാൻ സാധ്യമല്ലാത്ത അല്ലെങ്കിൽ നിലനിൽക്കാത്ത ഈ സാഹചര്യത്തിൽ അതിൻ്റെ വിശാല താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി വിഭാഗീയമായി അല്ലെങ്കിൽ വേണ്ടത്ര സൂക്ഷ്മതയില്ലാതെ കാര്യങ്ങൾ കാണുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു ന്യൂനപക്ഷം ആളുകൾ അവരുടെ വിവരക്കേട് കൊണ്ടോ അല്ലെങ്കിൽ ഈ സംഘർഷത്തിൽ അവരനുഭവിക്കുന്ന ദുരന്തങ്ങളുടെ നിർബന്ധിതാവസ്ഥ കൊണ്ടോ ഒക്കെ പ്രതികരിക്കുന്ന അവസ്ഥയും ഒരളവിൽ അതിന് കാരണമാകുന്നുണ്ട് എന്ന് പറയാതെ വയ്യ. ഹലോ, വളരെ ഉത്കൃഷ്ടമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മഹത് ഗ്രന്ഥമാണ് ഖുറാൻ. പക്ഷേ ഖുറാൻ പരക്കെ നമ്മുടെ സമൂഹത്തിൽ പരാമർശിക്കപ്പെടുന്നില്ല. ഒരു ഉദാഹരണമായി പറഞ്ഞാൽ, ഒരു സാധാരണ ബഹുജന സമരം ഉണ്ടായാൽ പോലും അതിൽ പ്രാസംഗികരൊക്കെ ബൈബിളിലെയും രാമായണത്തിലെയും ഗീതയിലെയും ഒക്കെ പദങ്ങളും അനുഭവങ്ങളും വിവരിച്ചുകൊണ്ട് പ്രസംഗിക്കാറുണ്ട്. പക്ഷേ ഇസ്ലാമിൽ നിന്നുള്ള ഈ മാതിരിയുള്ള നല്ല ആശയങ്ങൾ പറയാൻ ആളുകൾ ഭയപ്പെടുന്നത് അതിലെന്തെങ്കിലും ഒരു ചെറിയ പാളിച്ച വന്നാൽ വലിയ പ്രത്യാഘാതമുണ്ടാകുമെന്ന് ഭയപ്പെട്ടിട്ടാണ്. അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഇസ്ലാമുകളുടെ ഭാഗത്തുനിന്നും മുസ്ലിമുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാവുന്നതാണ്.
അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട് ഇന്ന് ഏറെക്കുറെ മാറിയിരിക്കുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇന്ന് കുറേയൊക്കെ ജനകീയമാവുകയും സ്വന്തം മലയാള ഭാഷയിലൂടെ, മുമ്പൊക്കെ ഇത് നമ്മുടെ ഭാഷയിലൂടെ നമുക്ക് ഇതിനെ വായിച്ച് പഠിക്കാനും മറ്റുമൊക്കെ ഇന്നുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഇപ്പോൾ മലയാളത്തിൽ തന്നെ ഒരുപാട്, ഇപ്പോൾ IPH പോലെയുള്ള ഒരുപാട് മലയാള സാഹിത്യങ്ങൾ, വിശുദ്ധ ഖുർആൻ്റെയും അതുപോലെ തന്നെ മറ്റ് ഹദീസ് ഗ്രന്ഥങ്ങളുടെയും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുടെയും എല്ലാം വളരെ ഉത്ഖനമുള്ള ഈടുറ്റ ഗ്രന്ഥങ്ങളൊക്കെ പുറത്തു വന്ന സ്ഥിതിക്ക് ഇന്നതിന് മാറ്റം സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല അളവിൽ ഇത് സ്വന്തം അനുയായികൾക്ക് തന്നെ ഇതറിയാത്ത ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. ഇസ്ലാമിൻ്റെ അധപ്പതന ഘട്ടത്തിൽ ഇസ്ലാമിക മൂല്യങ്ങളിൽ നിന്ന് ജനങ്ങൾ അകന്നു പോകാൻ അതൊരു വലിയ കാരണമായിരുന്നു. അവർ ഇപ്പോൾ പഠിച്ചു വരുന്നുണ്ട്, മറ്റു ജനങ്ങളും ഇപ്പോൾ പഠിച്ചിട്ട് അതിന് മാറ്റം വരുന്നുണ്ട്. ഒരു ഇമാം എന്ന നിലയിൽ അങ്ങേക്ക് അള്ളാഹുവിലുള്ള വിശ്വാസത്തെക്കുറിച്ച് ഞാനൊന്നും പറയേണ്ട, പക്ഷേ അള്ളാഹുവിലുള്ള വിശ്വാസം കൂടുതൽ അരക്കിട്ടുറപ്പിക്കുന്ന ഏതെങ്കിലും അനുഭവം ജീവിതത്തിലുണ്ടായിട്ടുണ്ടോ? ദൈവവിശ്വാസം ഉറപ്പിക്കുന്ന അനുഭവങ്ങളേ ജീവിതത്തിലുള്ളൂ. നമുക്ക് നമ്മുടെ സ്വന്തം ജീവിതത്തെയും നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാമൂഹ്യ പ്രശ്നത്തെയും എന്ന് വേണ്ട, ജീവിതത്തിലെ ഏതേത് അനുഭവങ്ങളെയും ശരിയായി വായിച്ചെടുക്കാൻ കഴിഞ്ഞാൽ ഇമാം എന്നല്ല ഏത് മനുഷ്യനും ദൈവത്തെ അംഗീകരിക്കുകയും ദൈവത്തിലേക്ക് മടങ്ങുകയും ചെയ്യാൻ അവനെ നിർബന്ധിക്കുന്ന വസ്തുതകളെ ഒരു മനുഷ്യന് കണ്ടെത്താൻ കഴിയും. കാരണം നമ്മൾ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്നും നമുക്ക് ഉണ്മ നൽകി നമ്മളിവിടെ ജീവിക്കാം. നമ്മുടെ ജീവിതം എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ചും അവസാനിക്കാം. നമ്മളിവിടെ നിലനിൽക്കാൻ വേണ്ട സംവിധാനങ്ങളെല്ലാം നമ്മളല്ല ഇവിടെ ഒരുക്കിയത്. ദൈവം തമ്പുരാനാണ് ഈ പ്രപഞ്ചം നേരത്തെ നമുക്ക് വേണ്ടി സംവിധാനിച്ചു വെച്ചത്. നമുക്ക് തന്ന ഈ ജീവിതത്തിൽ നമ്മെ വിശേഷ ബുദ്ധി നൽകി ഇതര ജീവികളെക്കാൾ ആദരിച്ച് ഇതിൻ്റെ പരിപാലന കർമ്മം, ഈ പ്രപഞ്ചത്തിൻ്റെ ഈ പ്രകൃതിയുടെ സംരക്ഷണവും പരിപാലനവും നമ്മളെ ഏൽപ്പിച്ച് നാം ദൈവഹിതപ്രകാരം ഇത് പരിപാലിക്കുന്നുണ്ടോ എന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുക ദൈവം. അങ്ങനെ ജീവിതത്തെ വായിക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൻ്റെ ഏതനുഭവവും അയാളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്യുക. അല്ല, ഏതൊരു നിമിഷത്തിലും ഒരു സുനാമി വരാം എന്നുള്ളത്, ആ ഒരു ഭീതി കൂടുതൽ ദൈവത്തിലേക്ക് മനുഷ്യനെ അടുപ്പിക്കാൻ സഹായിക്കുന്നുണ്ടോ? തീർച്ചയായും. കാരണം നമ്മൾ ആരും ഇവിടെ സർവതന്ത്ര സ്വതന്ത്രരല്ല, സുരക്ഷിതരുമല്ല. എപ്പോഴും നമ്മുടെ ജീവിതം അവസാനിക്കാം. എന്നു മാത്രമല്ല, ഇത്ര വിശുദ്ധമായ, ഇത്ര മഹത്തരമായ, ഇത്ര ബൃഹത്തായ ഒരു സംവിധാനം താനെ ഇവിടെ ചുമ്മാതെ യാദൃച്ഛികമായി സംവിധാനിക്കപ്പെട്ടതുമല്ല. ഈ ജീവിതത്തിന് ശേഷം ഇതിൻ്റെ ഒരു കണക്കെടുപ്പ് വരാനുണ്ട്, ഇതിൻ്റെ ഒരു വിളവെടുപ്പ് ലോകമുണ്ട്. അതാണ് മരണാനന്തര ജീവിതം. ദൈവത്തിൻ്റെ മുന്നിൽ നമ്മുടെ ഈ ജീവിതത്തിൻ്റെ എല്ലാ നന്മ തിന്മകളെക്കുറിച്ചും നാം വ്യക്തമായ കണക്ക് ബോധിപ്പിക്കുകയും ദൈവത്തിൻ്റെ പ്രതിഫലം നമ്മൾ ഏറ്റെടുക്കാനും നമ്മൾ നിർബന്ധിതരാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ ജീവിതത്തിന് മുമ്പ്, നമുക്ക് ഈ ജീവിതത്തിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ച് ഈ ജീവിതത്തെ നമ്മൾ വിലയിരുത്തിയാൽ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുക ഈ ലോകത്തെക്കുറിച്ച്? ഇങ്ങനെയുള്ള ഒരു സംവിധാനത്തിന് പിന്നിൽ ഇതിൻ്റെ ഒരു വിളവെടുപ്പ് ലോകം, ധർമാധർമ്മങ്ങൾക്ക്, നീതിക്കും അനീതിക്കുമൊക്കെ പ്രതിഫലം നൽകുന്ന ഒരു ലോകം തീർച്ചയായും വരാനിരിക്കുന്നുണ്ട് എന്ന് ഈ ലോകം തന്നെ തെളിയിക്കുന്നുണ്ട്. രാപ്പകൽ ഭേദം പോലെ, ഇരുട്ടും വെളിച്ചവും പോലെ, സ്ത്രീയും പുരുഷനും പോലെ, നന്മയും തിന്മയും എന്ന പോലെ തന്നെ അനിവാര്യമായും നമ്മുടെ കർമ്മങ്ങൾ ചോദ്യം ചെയ്യപ്പെടാനുള്ള ഒരു ലോകമില്ലെങ്കിൽ ഈ ജീവിതം തന്നെ അർത്ഥശൂന്യമാണ്. അങ്ങനെയുള്ള ഒരു ജീവിതത്തിൽ ഈ പ്രപഞ്ചത്തിൻ്റെ സാക്ഷാൽ ഉടമസ്ഥൻ നമ്മെ നന്മയ്ക്ക് നന്മയും തിന്മയ്ക്ക് തിന്മയും പ്രതിഫലം തന്നില്ലെങ്കിൽ, ഈ നന്മ തിന്മ എന്ന സങ്കല്പവും നീതിക്ക്, സത്യത്തിനും ധർമ്മത്തിനുമൊക്കെ മെച്ചവും അതിന് നന്മയുമെല്ലാം വരാനുണ്ടെന്ന ഈ ലോകത്തിൻ്റെ ഒരു കണക്കുകൂട്ടലുമൊക്കെ അർത്ഥശൂന്യമാണെന്ന് പറയും. പക്ഷെ അതൊരു മനുഷ്യനും അംഗീകരിക്കാത്തതാണ്. നല്ല മനുഷ്യന് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കാത്ത മനുഷ്യനുണ്ടോ? ചീത്ത മനുഷ്യൻ അതിൻ്റെ പ്രതിഫലം അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കാത്ത, അത് അംഗീകരിക്കാത്ത വല്ല മനുഷ്യനുമുണ്ടോ? ഇത് രണ്ടും ഈ ലോകത്ത് പൂർണ്ണമായി നടക്കുന്നില്ലല്ലോ. ഇതിനുള്ള ഒരു രോഗമാണ് വരാനിരിക്കുന്ന ഭൗതിക ലോകത്തിന് ശേഷമുള്ള മരണാനന്തര പാരത്രിക ലോകം. ആ ലോകത്തെ കാണുന്ന ഒരു മനുഷ്യന് യഥാർത്ഥത്തിൽ ദൈവത്തെയും ഈ പ്രപഞ്ചത്തെയും അതിൻ്റേതായ രീതിയിൽ ആദരിക്കാതെയും ആ ദൈവിക നിയമങ്ങൾക്കനുസരിച്ച് ഇവിടെ ജീവിക്കാതെയും കഴിയില്ല.